എവരിവൺ, വെൽക്കം ബാക്ക് ടു വേൾഡ് ഓഫ് ലേണിംഗ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസ് 7 ഇംഗ്ലീഷിൻ്റെ യൂണിറ്റ് 2 ഫസ്റ്റ് ചാപ്റ്ററായ ഡോൾസ് ജേർണി എന്ന് പറയുന്ന ചാപ്റ്ററാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു സ്റ്റോറിയാണ് ഡോൾസ് ജേർണി. അപ്പം നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ നോക്കുന്നത് യൂണിറ്റ് 2 ആണ്, ഇമാജിനേഷൻ. സോ ദ എൻറ്റയർ യൂണിറ്റ് വിൽ ബി ഡിസ്കസിങ് അബൌട്ട് ദ ടോപ്പിക് ഇമാജിനേഷൻ. ഇമാജിനേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളായിരിക്കും ഈ എൻറ്റയർ യൂണിറ്റ് ഡിസ്കസ് ചെയ്യുന്നത്. ഇമാജിനേഷൻ എന്ന് പറയുമ്പോൾ ഇമാജിനേഷൻ്റെ നമ്മളുടെ ലിറ്ററേച്ചറിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ എഴുതുന്നതിൽ എത്രത്തോളം ഇമാജിനേഷൻ്റെ കഴിവുണ്ട്, അതുപോലെ തന്നെ ഇമാജിനേഷൻ കൊണ്ട് ലൈഫിൽ എന്തൊക്കെ നേട്ടങ്ങളാണ് ഉണ്ടാവുക എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ അവിടെ ഒരു ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ഫേമസ് കോട്ട് ഉണ്ട്, ദ ട്രൂ സൈൻ ഓഫ് ഇൻ്റലിജൻസ് ഈസ് നോട്ട് നോളജ് ബട്ട് ഇമാജിനേഷൻ. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറയുന്നത് എന്താണ്, ഇൻ്റലിജൻസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൈൻ എന്ന് പറയുന്നത് എന്തല്ല, നോളജ് അല്ല, അത് ഇമാജിനേഷൻ എന്നാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ അഭിപ്രായപ്പെടുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഡോർവേ ആയിട്ട് കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ആൻഡ് റീഡ് ദ ക്യാപ്ഷൻസ് ബിലോ. താഴെ കൊടുത്തിരിക്കുന്ന ക്യാപ്ഷൻസ് കൂടി വായിക്കാനാണ്. ഫസ്റ്റ് വൺ, ഐ ലവ് മൈ ഡോൾ വെരി മച്ച്. ഐ ഗീവ് മൈ ഡോൾ എ ബാത്ത് എവറി ഡേ. ഐ ഫീഡ് മൈ ഡോൾ റെഗുലർലി. I read my doll interesting stories. I play with my doll in the evening. I lull my doll to sleep at night. Imagine you had a doll at home. What did you take care of it? അതായത് നിങ്ങൾക്ക് വീട്ടിലൊരു ഡോൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ ആ ബോയ് എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഡോളിനെ എപ്പോഴും കുളിപ്പിക്കും, ഭക്ഷണം കൊടുക്കും, ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി വായിച്ചു കൊടുക്കും, ഡോളുടെ കൂടെ കളിക്കും, പിന്നെ ഡോൾ രാത്രി ഉറങ്ങുന്ന സമയത്ത് നല്ല താരാട്ടൊക്കെ പാടി ഉറക്കും എന്നൊക്കെയാണ് പറയുന്നത്. ഇത് യൂഷ്വലി കണക്റ്റ് ആവുക ഗേൾസ് ആയിട്ടാണല്ലേ. ബോയ്സ് പൊതുവേ വെഹിക്കിൾസ് അങ്ങനത്തെ കാര്യങ്ങളോടൊക്കെ ആയിരിക്കും അവർക്ക് താല്പര്യം. പക്ഷേ ഗേൾസ് ദേ വിൽ ബി എ പാഷൻ ഓർ വെരി മച്ച് ഇൻട്രസ്റ്റഡ് ടു ദ ഡോൾസിനോട് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരിക്കും അല്ലേ. അപ്പം ഇവിടെ ഒരു സ്റ്റോറി, അനക്ഡോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഷോർട്ട് സ്റ്റോറി എന്നാണ് അനക്ഡോട്ട് പറയുന്നത്. ഒരു ഗേളും അതിൻ്റെ ഡോളും ഉള്ള ഒരു കഥയാണ്. അപ്പോൾ ഇതൊരു നടന്ന സ്റ്റോറിയാണ്. ഫ്രാൻസ് കാഫ്ക എന്ന് പറഞ്ഞ ഒരു ഫേമസ് ജർമ്മൻ റൈറ്റർ എഴുതിയ സ്റ്റോറിയാണ്. നല്ല രസമുള്ള സ്റ്റോറിയാണ്. അപ്പോൾ നമുക്ക് വായിച്ചു നോക്കിയാലോ. ഹിയർ ഈസ് ആൻ അനക്ഡോട്ട് അബൌട്ട് എ ഗേൾ ആൻഡ് ഹെർ ഡോൾ. ദ ജർമ്മൻ റൈറ്റർ ഫ്രാൻസ് കാഫ്ക പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഇറ്റ്. ഇറ്റ് ഹാസ് ഓൾസോ അപ്പിയർഡ് ഇൻ ഹിസ് ബയോഗ്രഫി. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിലും അദ്ദേഹം അത് സൂചിപ്പിക്കുന്നുണ്ട്. എ ഡോൾസ് ജേർണി. It was a Saturday afternoon. Kafka was walking through a park in Berlin. He met a girl who was crying because she had lost her favorite doll. Kafka joined her in searching for the doll unsuccessfully. He consoled her. He also promised her that he would meet her next day to continue looking for the doll. The next day, they met at the park in the evening. അതായത് കഫ്ക പറയുന്നത് അദ്ദേഹത്തിൻ്റെ ലൈഫിൽ നടന്നൊരു എക്സ്പീരിയൻസിനെ പറ്റിയിട്ടാണ്. എന്താണ്, ഒരു ദിവസം ഒരു സാറ്റർഡേ ആഫ്റ്റർനൂൺ കഫ്ക ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഒരു പാർക്കിൽ, ബെർലിനിലെ ഒരു പാർക്കിൽ നടക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടി തൻ്റെ പാവ നഷ്ടപ്പെട്ടതുകൊണ്ട്, ഫേവറേറ്റായ പാവ നഷ്ടപ്പെട്ടതുകൊണ്ട് ഇരുന്ന് കരയുന്നത് കണ്ടു. അപ്പം അദ്ദേഹം വിഷമിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് ആ കുട്ടിയുടെ കൂടെ എന്ത് ചെയ്യാൻ, പാവ സെർച്ച് ചെയ്യാൻ നോക്കി. പക്ഷെ എന്ത് നടന്നില്ല, പാവ കിട്ടിയില്ല. അപ്പം അദ്ദേഹം പെൺകുട്ടീനോട് പറഞ്ഞു, നീ വിഷമിക്കേണ്ട, നാളെയും ഞാൻ വരാം നിൻ്റെ കൂടെ എന്ത് ചെയ്യാൻ, ഈ ഡോളിന് വേണ്ടിയിട്ട് സെർച്ച് ചെയ്യാൻ ഞാനും വരാം എന്നൊക്കെ പറയുന്ന ഒരു സ്റ്റേജാണ് ഫസ്റ്റ് സ്റ്റേജ്. സോ നെക്സ്റ്റ് ഡേ എന്താണ്, ദ നെക്സ്റ്റ് ഡേ ദേ മേറ്റ് അറ്റ് ദ പാർക്ക് ഇൻ ദ ഈവനിങ്. അങ്ങനെ പിറ്റേ ദിവസവും സെയിം പാർക്കിൽ അവർ തമ്മിൽ കണ്ടുമുട്ടുകയാണ്. ആഫ്റ്റർ സെർച്ചിങ് ഫോർ സം ടൈം കാഫ്ക പ്രിറ്റൻഡഡ് ദാറ്റ് ഹി ഹാഡ് ഫൗണ്ട് എ ലെറ്റർ under a bench in the park. He gave the letter to girl. Kafka had prepared the letter which was meant to be from the doll. Don't worry about me, the letter said. I am on a trip around the world. It is really exciting. I will tell you everything when I am back. കഫ്ക ആ കുട്ടിയുടെ സങ്കടം ഇല്ലാതാക്കാൻ വേണ്ടി ഒരു പോംവഴി ആലോചിച്ചിട്ടാണ് നെക്സ്റ്റ് ഡേ വരുന്നത്. എന്താ ചെയ്യുന്നത്, അവരിയ്ക്കുന്ന ആ ബെഞ്ചിൻ്റെ അടിയിൽ നിന്ന് അവർക്കൊരു പുള്ളിക്കാരനൊരു ലെറ്റർ കിട്ടിയതായിട്ട് പുള്ളിക്കാരൻ പ്രിറ്റൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്, അഭിനയിക്കുകയാണ്. ആ ലെറ്റർ ആരെഴുതിയതായിട്ടാണ് അദ്ദേഹം പറയുന്നത്, ഡോൾ എഴുതിയ ലെറ്ററായിട്ട് പറയുന്നു. ഡോൾ എഴുതിയ ലെറ്റർ പോലെ അദ്ദേഹം അത് വായിക്കുകയാണ്. എന്താണ് ഡോൾ എഴുതിയിരിക്കുന്നത്, ഈ വിഷമിക്കേണ്ട, ഞാനിപ്പോൾ ഈ ലോകത്തിൽ എന്താണ് ഒരു
ഒരു ട്രിപ്പിന് പോയേക്കാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്, അതുകൊണ്ട് ഞാനെല്ലാം വന്നിട്ട് പറയാം എന്നാണ് ആ ഡോൾ എഴുതിയേക്കുന്നതായിട്ട് ആ ഗേളിനോട് കാഫ്ക പറയുന്നു. സോ ദ ഗേൾ കണ്ടിന്യൂഡ് ടു receive letters from the girl continued to receive letters from the doll. She wrote about her adventures in detail. The letters delighted the girl. This went on for some time, but Kafka noticed that the girl was becoming moody as days passed. She badly wanted her doll to come back, and Kafka felt that he could not make up letters indefinitely. Finally, he found a way out. So, എന്താണ് കാഫ്ക പറയുന്നത്? ഇങ്ങനെ ആ ഒരു എഴുത്തിൻ്റെ ശീലം അല്ലെങ്കിൽ ആ ലെറ്റർ ആ ഗേളിന് കിട്ടുന്നത് കൂടിക്കൊണ്ടേയിരുന്നു. ഡേ ബൈ ഡേ ലെറ്റർ കെട്ടിക്കൊണ്ടേയിരുന്നു. അതായത് കാഫ്ക ആ കുട്ടീനെ സമാധാനിപ്പിക്കാനായിട്ട് ലെറ്റേഴ്സ് അയച്ചുകൊണ്ടിരുന്നു. പക്ഷേ എന്താക്കിയിട്ടില്ല, ആ ലെറ്റേഴ്സ് കുട്ടീനെ ഒന്ന് സന്തോഷിപ്പിച്ചു. പക്ഷെ അത് കഴിഞ്ഞിട്ട് വീണ്ടും കുട്ടി എന്തായി മാറി? അൺഹാപ്പി ആയിട്ട് മാറി എന്നുള്ളത് അദ്ദേഹം കാണുകയാണ്. അപ്പോൾ അങ്ങനെ അദ്ദേഹം ലാസ്റ്റ് ഒരു പോംവഴിയിലെത്തി. There were no letters for some days. കുറച്ച് ദിവസത്തേക്ക് അദ്ദേഹം ലെറ്റേഴ്സ് ഒന്നും അയച്ചില്ല. One day, Kafka told the girl that the doll was engaged to be married. കഫ്ക എന്ത് പറഞ്ഞു ഗേളിനോട്? ആ ഡോളിൻ്റെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു. അതുകൊണ്ട് എന്താണ്, ഹി ഹാഡ് മെറ്റ് ഹർ വൈൽ ഓൺ എ ട്രിപ്പ് ടു അനദർ പാർട്ട് ഓഫ് ദ കൺട്രി. ഈ വേൾഡിൽ വേറൊരു കൺട്രിയിലേക്ക് പോകുന്ന സമയത്ത് ആ ഡോള് വേറൊരു കല്യാണം കഴിച്ചു എന്നാണ് അദ്ദേഹം ആ കുട്ടീനോട് പറഞ്ഞത്. കഫ്ക ഓൾസോ ടോൾഡ് ഹർ ദാറ്റ് ഷീ ഹാഡ് ഈവൻ ഇൻട്രൊഡ്യൂസ്ഡ് ഹിം ടു ദ യങ് മാൻ ഷി വാസ് ഗോയിങ് ടു മാരി. അതുപോലെ തന്നെ കഫ്ക പറഞ്ഞു, കഫ്കേനോട് ആ ഡോള് പിന്നെ ഭാവി വരനെ ഇൻട്രൊഡ്യൂസൊക്കെ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഷി വാസ് സോറി ദാറ്റ് ഷീ കുഡ് നോട്ട് റൈറ്റ് ലെറ്റേഴ്സ് ഫോർ സം ടൈം. അതുപോലെ തന്നെ ഡോള് നിനക്ക് ലെറ്റേഴ്സ് എഴുതാൻ പറ്റാത്തതിൽ സങ്കടപ്പെട്ടിട്ടുണ്ട്, ലെറ്റേഴ്സ് എഴുതാൻ പറ്റാത്തതിന് സങ്കടമൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയാണ്. ഷീ പ്രോമിസ് ദാറ്റ് ഷീ വുഡ് ബി റൈറ്റിംഗ് ആസ് സൂൺ ആസ് ദ പ്രിപ്പറേഷൻ ഫോർ ദ വെഡിങ് വർ ഓവർ. അതായത് ആ ഡോള് ഉറപ്പ് തന്നിട്ടുണ്ട്, ആ വെഡിങ്ങിനുള്ള പ്രിപ്പറേഷനൊക്കെ കഴിയുമ്പോൾ, ആ തിരക്കൊക്കെ കഴിയുമ്പോൾ നിനക്ക് ലെറ്റർ അയക്കാമെന്നൊക്കെ ഉറപ്പ് തന്നിട്ടുണ്ട് എന്ന് കാഫ്ക ആ ഗേളിനോട് നുണ പറയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട്. ദ ഗേൾ വാസ് ഹാപ്പി ടു ഹിയർ ഫ്രം ഹെർ ഡോൾ, ബട്ട് ഷീ വണ്ടേർഡ് വെൻ ഷീ കുഡ് ബി ഏബിൾ ടു സീ ഹെർ എഗെയിൻ. ദാറ്റ് മീൻസ് അങ്ങനെയൊക്കെ കേട്ടപ്പോൾ, കല്യാണം എന്നൊക്കെ കേട്ടപ്പോൾ ആ ഗേൾ ഭയങ്കര എക്സൈറ്റഡ് ആയി. പക്ഷെ എപ്പോഴും ഇനി എന്നാണ് ആ ഡോളിനെ കാണുക എന്നുള്ളൊരു സങ്കടത്തിലാണ് ആ കുട്ടി ഉള്ളത്. സോ മനസ്സിലായല്ലോ ഇവിടെ എന്തിനു വേണ്ടിയിട്ടാണ് കാഫ്ക അങ്ങനെ ഒരു നുണ ആ കുട്ടീനോട് പറഞ്ഞത്? ജസ്റ്റ് ആ കുട്ടീൻ്റെ ആ ഒരു മൂഡ് ചേഞ്ച് ചെയ്യാനും നല്ലൊരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് അദ്ദേഹം അവിടെ ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞത് അല്ലേ? സോ സ്റ്റോറി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്